പ്രദീപിൻ്റെ പ്രായം 35 വയസ്സ്. പേര് സാങ്കല്പികമാണ്. പ്രദീപ് ഇവിടെ എത്താനുള്ള കാരണം വിവാഹം കഴിക്കുവാനുള്ള വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ്. തനിക്ക് വിവാഹമേ വേണ്ട എന്ന് തീരുമാനിച്ചിരുന്ന ചെറുപ്പക്കാരനാണ്. അതിന് കാരണം എന്തെന്നല്ലേ? ഉദ്ധാരണം കുറവായിരുന്നു. 10-ാം വയസ്സ് മുതൽ ഉദ്ധാരണം കുറവായിരുന്നു എന്നാണ് പ്രദീപ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ വിശദമായി കേട്ടു. പ്രദീപ് പറഞ്ഞത് 10-ാം വയസ്സിലാണ് 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ സ്വയംഭോഗം ചെയ്യാൻ തുടങ്ങിയത്. അന്നാവട്ടെ 2 കാലുകൾക്കിടയിൽ പെനീസ് വളച്ചമർത്തി വെച്ചിട്ട് പ്രസ് ചെയ്തിട്ടാണ് സ്വയംഭോഗം ചെയ്തിരുന്നത്. അതുകൊണ്ട് എൻ്റെ പെനീസിന് എന്തോ ഡാമേജ് വന്നിട്ടുണ്ട്. അത് ശരിയായ രീതിയിൽ ഉദ്ധരിക്കുന്നില്ല. ആ കാലം തൊട്ട് തന്നെ ബലം കുറവായിരുന്നു. മറ്റു കൂട്ടുകാരൊക്കെ പറഞ്ഞത് കേട്ടതനുസരിച്ച് ബലം കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വിവാഹ ജീവിതവും ഒഴിവാക്കാൻ പ്രായപൂർത്തിയായപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു. മാത്രമല്ല, അതിനു മുമ്പ് ഒരു പരീക്ഷണം കൂടി നടത്തി. എവിടെയോ കൂട്ടുകാരുടെ ഒപ്പം പോയിട്ട് ഒരു സ്ത്രീയുമായിട്ട്, എവിടെയോ ടൂർ പോയ സമയത്താണ് ഒരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചു. ആ സ്ത്രീ നന്നായി സഹകരിച്ചുവെങ്കിലും അദ്ദേഹത്തിന് അതിന് കഴിഞ്ഞില്ല. അദ്ദേഹം പറയുന്നത്, അത് തുടങ്ങിയ സമയത്ത് തന്നെ എന്നെക്കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു മാനസികാവസ്ഥ എനിക്കുണ്ടായിരുന്നു. ശ്രമിച്ചു, പെൺകുട്ടി നന്നായി സഹകരിച്ചു, അവർ മാക്സിമം ശ്രമിച്ചു, എന്നിട്ടും എനിക്ക് ഉദ്ധാരണം ഉണ്ടായില്ല, ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഞാൻ കണക്കുകൂട്ടിയ കാര്യങ്ങൾ സത്യമാണ്. എനിക്കൊരു പെൺകുട്ടിയെ തൃപ്തിപ്പെടുത്താനുള്ള കഴിവില്ല. അതുകൊണ്ട് തന്നെ ഒരു വിവാഹം കഴിച്ചൊരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. അങ്ങനെ വിവാഹം വേണ്ടാൻ തീരുമാനിച്ചതാണ്. വീട്ടിൽ പ്രദീപ് ഒരേ ഒരു മകനായിരുന്നു. അമ്മ ഒരു ക്യാൻസർ രോഗിയാണ്. ആരോഗ്യം മോശമായി, ഏതാണ്ട് ചികിത്സയിലുമാണ്. അതുകൊണ്ട് തന്നെ പ്രദീപിൻ്റെ വിവാഹം കഴിപ്പിക്കാൻ വീട്ടുകാരെ അവന് 27 വയസ്സായപ്പോൾ തൊട്ട് ശ്രമം തുടങ്ങിയതാണ്. ഇപ്പോൾ പ്രായം 35 ഇതുവരെയും വിവാഹത്തിന് തയ്യാറായിട്ടില്ല. വീട്ടുകാരുടെ നിർബന്ധങ്ങൾ വന്നപ്പോഴാണ് എന്നാലൊരു ചികിത്സ നടത്താം. വീട്ടുകാരെ പിടിച്ച് 1-2 ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചു. അവർ നോക്കിയിട്ട് കുഴപ്പങ്ങളൊന്നും കണ്ടില്ല. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. ഞങ്ങൾ പ്രദീപിനോട് പറഞ്ഞു, നമുക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കാം, എന്തെങ്കിലും കുഴപ്പമുണ്ട് എങ്കിൽ പരിഹരിക്കാം. അങ്ങനെയാണ് ടെസ്റ്റുകൾ ചെയ്തപ്പോൾ എല്ലാ ടെസ്റ്റുകളും പെർഫെക്റ്റ്ലി നോർമലായിരുന്നു. ഒരു അബ്നോർമാലിറ്റിയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ മാത്രമായിരുന്നു പ്രശ്നം. ആ മാനസികാവസ്ഥ മാറ്റിയെടുക്കാനുള്ള കൗൺസിലിങ്ങും കോഗ്നിറ്റീവ് തെറാപ്പിയുമാണ് നമ്മുടെ സൈക്കോളജിസ്റ്റ് അദ്ദേഹത്തിന് കൊടുത്തത്. അതിനുശേഷം അദ്ദേഹം വിവാഹത്തിന് തയ്യാറായി. ജീവിതത്തിൽ ഏതാണ്ട് 8 വർഷത്തോളം എനിക്ക് വിവാഹമേ വേണ്ട, എനിക്ക് കാര്യമായ എന്തോ കുഴപ്പമുണ്ട് എന്ന് കണക്കുകൂട്ടി ജീവിതം തള്ളി നീക്കിയതാണ്. അതിനുവേണ്ടി പരീക്ഷിക്കുവാൻ വേണ്ടി ഒരു സ്ത്രീയുടെ അടുത്ത് പോയി, അതും പരാജയപ്പെട്ടു. അതോടെ തൻ്റെ തീരുമാനം ഉറപ്പിച്ചു. അങ്ങനെ വിവാഹം വേണ്ട എന്ന് വിചാരിച്ച വ്യക്തിയാണ് അദ്ദേഹം. കല്യാണം കഴിച്ചു. നമ്മൾ പറഞ്ഞനുസരിച്ച് ആത്മവിശ്വാസം കിട്ടി, കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചൊരു 2 ആഴ്ചയ്ക്ക് ശേഷം ഇവിടെ വിളിച്ച് പറഞ്ഞു, ഡോക്ടറെ കുഴപ്പങ്ങളൊന്നുമില്ല, ഒരുപാട് നന്ദിയുണ്ട്, ഡോക്ടറാണ് ഒരു ജീവിതം നൽകിയത് എന്ന് വിളിച്ച് പറയാനുള്ള സന്മനസ്സും കൂടി അദ്ദേഹം കാണിച്ചു. അപ്പോൾ ഇങ്ങനെ ചില അബദ്ധധാരണകൾ കൊണ്ട് ജീവിതം തള്ളി നീക്കുന്ന ധാരാളം പേരുണ്ട്. അത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ടിരിക്കാതെ പരിശോധനകൾ നടത്തി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചികിത്സയിലൂടെ പരിഹരിക്കുക. അതില്ല എങ്കിൽ ധൈര്യമായി വിവാഹജീവിതവുമായിട്ട് മുന്നോട്ട് പോവുക.